കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദ്യമായ സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രകാശിപ്പിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ വിലയേറിയതാണ്. കർത്താവിന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഫിലിപ്പിയ ലേഖന പഠനത്തിനായിട്ടാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്താൽ രചിക്കപ്പെട്ട ലേഖനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷമെന്ന വിഷയമാണ് ഇതിൽ ഏറ്റവും അധികം ഉത്കൃഷ്ടമായി ഉയർന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ലേഖനത്തിന്റെ ആമുഖമൊക്കെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. ലേഖനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഓരോ വാക്യങ്ങളിലൂടെ നാം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സമഗ്രമായി അല്ലെങ്കിലും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഈ വചനങ്ങളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് 3 പേരുകൾ നമ്മൾ പഠന വിധേയമാക്കി. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ നാമമാണ്. ക്രിസ്തു യേശു എന്ന പേര് നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് പൗലോസ് എന്ന പേരിനെ ആസ്പദമാക്കി പൗലോസിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നാമത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാന ശുശ്രൂഷയുടെ മൈൽ സ്റ്റോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുവേലക്കാരനായിരുന്ന തിമോത്തിയോസിനെ കുറിച്ചും നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ ആ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന അടുത്ത ചില വാക്കുകൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ഇവിടെ ദാസന്മാർ എന്ന പദം, ക്രിസ്തു യേശുവിന്റെ ദാസന്മാർ എന്ന പദം നമ്മൾ കാണുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലൊക്കെ ദാസന്മാർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പദത്തെ ഒന്ന് തിരുവെഴുത്തുകളിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്പമായി ഒന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് കാണാം. ആകയാൽ ഇനി നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരത്രേ, മക്കളെങ്കിൽ അവകാശികളും ആകുന്നു. പിന്നെയും നാം ദാസന്മാരായിരിക്കേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് നാം വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അപ്പൊ ഇതുപോലുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരത്രേ, അല്ലെങ്കിൽ മക്കൾ അത്രേ. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ദാസനാണ് എന്ന് പറയാൻ പാടില്ല. ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസിയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കുന്ന ആധുനിക ദൈവശാസ്ത്രകാരന്മാർ ഉണ്ട്. അത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പഠന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ദാസന്മാർ എന്ന പദത്തെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് എന്താണ് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. റോമാലേഖനത്തിലൊക്കെ ഇനി നിങ്ങൾ ദാസന്മാരല്ല മക്കൾ അത്രേ, പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? പഴയ നിയമ പശ്ചാത്തലം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദാസന്മാർ എന്ന ആശയത്തെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾ ഇനി ദാസന്മാരല്ല പുത്രന്മാരത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുകയോ അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതിരിക്കുകയോ, അതുമല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മനഃപൂർവം തങ്ങളുടേതായ ആശയങ്ങൾ അവതരിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നതിന്റെ പരിണിത ഫലമായാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ നമ്മുടെ ആശയങ്ങൾ ഏൽപ്പിച്ച് അതിലെ ആശയങ്ങളെ വ്യാഖ്യാനിക്കുകയല്ല, ബൈബിളിലെ
ആശയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങളെ ബൈബിൾ തന്നെ നൽകുന്ന ആ ചിന്തകൾ കൊണ്ട് നാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു മുൻവിധിയോടുകൂടെ നമുക്ക് പാരമ്പര്യമായിട്ടോ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിലോ നമ്മളായിരുന്ന മുൻ പശ്ചാത്തലത്തിലോ ഒക്കെ കിട്ടിയിരിക്കുന്ന അറിവിൽ നിന്ന് ദൈവവചനത്തെ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അതിലേക്ക് ഏൽപ്പിച്ചിട്ട് അതിന്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബൈബിൾ അങ്ങനെ പഠിക്കാനുള്ളതല്ല. ബൈബിളിനെ സ്വതന്ത്രമായി തുറന്ന മനസ്സോടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ബൈബിൾ എന്തു പറയുന്നോ അതിനെ അതുപോലെ കേൾക്കാൻ, പഠിക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ആശയം അർത്ഥവത്തായി നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ഇനി ദാസന്മാരല്ല എന്ന് പൗലോസ് പറയുന്ന പശ്ചാത്തലം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്ന ഒരു ജനത അവിടെ നിന്ന് യേശു കർത്താവിലൂടെയുള്ള രക്ഷയിലേക്ക് പ്രവേശിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് ഒരു ഉയർച്ച ദൈവത്തിന്റെ കൃപയാൽ അവർക്ക് ലഭിച്ചു. ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിനെ ഒരു സ്കൂൾ മാസ്റ്ററിനെ പോലെ, അല്ലെങ്കിൽ ഒരു ശിശുപാലകനെ പോലെ ഒരു ചെറിയ പീരീഡിലേക്ക്, ഒരു ചെറിയ കാലയളവിലേക്ക് ദൈവം നൽകിയതാണ്. ഏതിനാ? പുതിയൊരു പ്രമാണം, പുതിയൊരു നിയമം വരുന്നത് വരെ താൽക്കാലികമായി ശരി തെറ്റുകളെ വിവേചിക്കുവാൻ, വിലയിരുത്തുവാൻ, വിധിന്യായങ്ങൾ നടത്താൻ, പ്രത്യേകിച്ച് ഒരു ജനതയെ, ഒരു രാജ്യത്തെ ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ പരിപാലിക്കാൻ, ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി താൽക്കാലികമായി നൽകിയ ഒരു നിയമമാണ് ന്യായപ്രമാണം. അപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ ഉള്ളിലായിരുന്ന ജനം ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാനും അതിനാൽ രക്ഷിക്കപ്പെടാനും ശ്രമിച്ചു എന്നത് അവരുടെ രക്ഷയ്ക്ക്, അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നതിന് അക്കാലയളവിൽ അവർക്ക് തടസ്സമായി ഭവിച്ച ഒരു കാര്യമാണ്. അത് ന്യായപ്രമാണത്തിന്റെ കുറവ് കൊണ്ടോ പോരായ്മ കൊണ്ടോ ബലഹീനത കൊണ്ടോ അല്ല. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിയമം നൽകിയത് അനുസരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എനിക്ക് ആ നിയമത്തെ അനുസരിക്കാൻ കഴിയാത്ത നിമിത്തം ആ നിയമം എനിക്ക് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കും മുന്നോട്ടുള്ള ക്രമമായ പുരോഗതിക്കും വേണ്ടിയാണ് നിയമം നൽകിയത്. പക്ഷെ ആ നിയമം എനിക്ക് അനുസരിക്കാൻ കഴിയാതെ എന്റെ ബലഹീനത നിമിത്തം ഞാൻ ലംഘിച്ചാൽ അതേ നിയമം എനിക്ക് എന്തായി തീർന്നു? ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഇതാണ് ന്യായപ്രമാണം നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവർ ആയിരുന്നപ്പോഴെല്ലാം അവർക്ക് ഞങ്ങൾ ന്യായപ്രമാണത്തിന്റെ അടിമകൾ, ദാസന്മാർ എന്ന മനസ്സോടെയാണ് അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എപ്പോഴെല്ലാം അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ ശ്രമിക്കുന്നു, ഈ ന്യായപ്രമാണത്തിന്റെ ചിന്ത അവരുടെ ഉള്ളിൽ നിൽക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഇനി ആ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, അതിന്റെ അടിമകളല്ല, ആ ന്യായപ്രമാണത്തിന്റെ ദാസന്മാരല്ല, നിങ്ങളെ ഒരു പുതു നിയമത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമം കാൽവരി ക്രൂശിൽ താൻ ചൊരിഞ്ഞ രക്തത്താൽ യേശു സ്ഥാപിച്ചിരിക്കുന്ന പുതിയ നിയമമാണ്. ഇത് കൃപയുടെ നിയമമാണ്. അഥവാ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖേന രക്ഷിക്കപ്പെടുന്ന ദൈവം കൃപയാൽ നൽകിയ പുതിയ നിയമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, അതുകൊണ്ട് ഇനിയും നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പുത്രന്മാരാണ്, മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ദൈവത്തോട് അടുത്ത് വരുമ്പോ പേടിക്കണ്ട, ധൈര്യത്തോടെ കൃപാസനത്തോട് നിങ്ങൾക്ക് അടുത്ത് വരാം. ഈ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരത്രേ എന്ന് പറയുന്നത്. എന്നാൽ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ, അല്ലെങ്കിൽ പശ്ചാത്തലം മാറുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ തന്നെ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ സ്വയം യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഒരേ സമയം ദൈവത്തിന്റെ മകനായിരിക്കുമ്പോൾ തന്നെ അതേസമയം യേശുക്രിസ്തുവിന്റെ ദാസനുമായിരിക്കുന്ന ഒരേ വ്യക്തിയുടെ രണ്ട് ആത്മീയ തലങ്ങൾ, ടു സ്പിരിച്വൽ ഡയമെൻഷൻസ് ഓഫ് സെയിം പേഴ്സൺ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാ ഒരേ സമയം മകനും അതേ സമയം ദാസനുമായിരിക്കുന്നത്?
യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പുത്രത്വം ലഭിച്ചു. ഞാനത് വിശദീകരിച്ചല്ലോ. നാം മക്കളായി തീർന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആകയാൽ നാം ഇനി ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ ഈ കാര്യം ധൈര്യത്തോടെ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കുവാനും ഇതേ ബോധ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനും കഴിയും. ഹല്ലേലൂയ. എന്നാൽ അതേസമയം തന്നെ നമ്മെ ദൈവം ചില ശുശ്രൂഷകൾക്കായിട്ട് ദൈവനാമത്തിന് വേല ചെയ്യുവാൻ, ദൈവത്തിന് സേവ ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ കൂടെയാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ആശയത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുന്ന ദാസീദാസന്മാർ കൂടെയാണ് നാം. പ്രൈസ് ലോർഡ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇനി ഞാൻ ഇതിന്റെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഞാൻ അവരുടെ മകനാണ്. പ്രൈസ് ലോർഡ്. അതേസമയം ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് ഇരിക്കട്ടെ. എൻ്റെ മാതാപിതാക്കൾ ഞാനായിരിക്കുന്ന ആ ഗവൺമെന്റ് ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പൊസിഷനിലായിരിക്കുന്നു എന്നിരിക്കട്ടെ, പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് സർവീസ് ചെയ്യുന്ന ഒരു പൊസിഷനിലായിരിക്കുന്നു എന്നിരിക്കട്ടെ. ഞാൻ അവിടെ ഗവൺമെന്റിന്റെ സെർവന്റ് ആണ്, പബ്ലിക് സെർവന്റ് ആണ്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുക്കലേക്ക്, ഓഫീസിലേക്ക് ഞാൻ ആയിരിക്കുന്ന പൊസിഷനിൽ അവരുടെ ഏതെങ്കിലും ഒരു നിയമപരമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടി കടന്നു വരുമ്പോൾ എൻ്റെ മോന അത് എന്നുള്ള ആ ആശയത്തിലല്ല വരുന്നത്. അവരുൾപ്പെടെ പൗരന്മാരായിരിക്കുന്ന ഗവൺമെന്റിന്റെ ദാസൻ എന്ന നിലയ്ക്ക്, ആ പബ്ലിക് സർവന്റ് എന്ന നിലയ്ക്കാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവിടെ ഒരേ സമയം ഞാൻ അവരുടെ മകനാണ്, അപ്പോൾ തന്നെ ഞാൻ പബ്ലിക് സർവന്റുമാണ്, ഞാനൊരു ദാസൻ കൂടെയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വേല ചെയ്യുവാൻ, സേവ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദാസീദാസന്മാർ കൂടെയാണ്. ഒരേ സമയം തന്നെ ദൈവം നമ്മുടെ പിതാവാണ്, അപ്പോൾ തന്നെ ദൈവം നമ്മുടെ യജമാനൻ, മാസ്റ്റർ കൂടെയാണ്. ഈ ദൈവരാജ്യത്തിന്റെ ചക്രവർത്തി ദൈവം തന്നെയാണ്. അപ്പോ ആ ചക്രവർത്തിയായ ദൈവത്തിന്റെ രാജ്യത്തിൽ വേല ചെയ്യുന്നു എന്നുള്ള ആശയത്തിൽ നാം ദൈവത്തിന്റെ ദാസീദാസന്മാരാണ്. ഹല്ലേലൂയ. ഈ ആശയം, ഈ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇനി ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ യേശുക്രിസ്തുവിന്റെ ദാസന്മാർ എന്നുള്ള പദം തന്നെയും തന്റെ കൂട്ടുവേലക്കാരനായ, അപ്പോൾ തന്നെ തന്റെ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തിമോത്തിയോസിനെയും കുറിച്ച് പറയുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഡുലോയ് എന്ന പദമാണ്. പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചന ആശയത്തിലാണ് ഡുലോയ് എന്ന് പറയുന്നത്. ഇത് സിംഗുലർ ആയാൽ ഡുലോസ് എന്ന വാക്ക് ഉപയോഗിക്കും. അർത്ഥം ദാസൻ എന്നതിനും അപ്പുറം അടിമകൾ എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഡൂലോസ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കർത്താവിന്റെ അടിമ എന്ന ആശയത്തിൽ. ഡുലോയ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിലധികം വ്യക്തികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവന്റെ അടിമകൾ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ഹിസ് സ്ലേവ്സ്. അടിമകൾ എന്ന ആശയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ആ വാക്കുകൾ സെർവന്റ് എന്നതിനും അപ്പുറം സ്ലേവ്, അടിമ എന്ന ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ദാസനും അടിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഒരു എബ്രായനായിരുന്നു, ഒരു യഹൂദനായിരുന്നു. ന്യായപ്രമാണം, തിരുവെഴുത്തുകൾ പഠിച്ച് അതിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് യേശു കർത്താവിലേക്ക് കടന്നു വന്നത്. താൻ അഡ്രസ് ചെയ്യുമ്പോൾ തന്റെ മുന്നിൽ യഹൂദന്മാരും യഹൂദജാതിക്ക് പുറത്തുള്ളവരുമായ ജനമുണ്ട്. അന്നത്തെ ഗ്രീക്ക് വേൾഡ് ഉണ്ട്, യവന ലോകമുണ്ട്, അന്നത്തെ സംവിധാനങ്ങൾ, അന്നത്തെ സൊസൈറ്റിയുടെ സിസ്റ്റംസ് ഉണ്ട്. ഇവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു വാക്കാണ്, ഒരു ഭാഷയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വാക്കിന് കുറച്ചുകൂടെ ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ട് സ്ലേവ് അല്ലെങ്കിൽ ബോണ്ട് സെർവന്റ് എന്ന ആശയമാണ് ഡുലോസ് എന്ന വാക്കിന് ഉള്ളത്. അടിമ എന്ന വാക്കിന്, സെർവന്റ് എന്നുള്ള വാക്കിന് ബോണ്ട് സെർവന്റ്, മുദ്രിത അടിമ, ലൈഫ് ടൈം സ്ലേവ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ആശയമാണ് അതിനകത്തുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഒരു എബ്രായ പശ്ചാത്തലമുണ്ട്, ഒരു യവന ലോകത്തിന്റെ, ഗ്രീക്ക് വേൾഡിന്റെ
പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം. എബ്രായ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു മനുഷ്യൻ ഒരു ആളെ തന്റെ ദാസനായിരിക്കാൻ, തന്റെ അടിമയായിരിക്കാൻ വിലയ്ക്ക് വാങ്ങി എന്നിരിക്കട്ടെ. ആ മനുഷ്യൻ അന്നു മുതൽ ഈ യജമാനന് വേണ്ടി സേവ ചെയ്യണം. ഈ മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം യജമാനൻ നടത്തി കൊടുക്കും. ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നല്ല. ഈ യജമാനന് വേണ്ടി അദ്ദേഹം പറയുന്ന എന്ത് ജോലിയും ഈ മനുഷ്യൻ ചെയ്യണം. കൃഷി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, കന്നുകാലി മേയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യണം, വെള്ളം കോരാൻ പറഞ്ഞാൽ ചെയ്യണം, മാർക്കറ്റിൽ പോകാൻ പറഞ്ഞാൽ ചെയ്യണം. പിന്നെ ഈ അടിമയായ മനുഷ്യന് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, കുറച്ച് വിദ്യാഭ്യാസം അറിവൊക്കെ ഉണ്ടെങ്കിൽ കണക്കെഴുതാൻ പറഞ്ഞാൽ എഴുതണം. അങ്ങനെ ഏത് കാര്യം യജമാനൻ ഇദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഇദ്ദേഹം ചെയ്യണം. ഓൾറൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം യജമാനന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് ബോണ്ട് സെർവന്റ് എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ 7 വർഷം ഈ യജമാനനെ സേവിച്ചു കഴിഞ്ഞാൽ എബ്രായരുടെ ഒരു നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിനെ സ്വതന്ത്രനായി വിട്ടയക്കണം എന്നുള്ളതാണ് യഹൂദന്മാർക്ക് നൽകിയ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 7 വർഷം തുടർമാനമായി ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് 7 വർഷമായി, എനിക്കിനി സ്വതന്ത്രനായി പോകാം. 7-ാം വർഷം യോബിൽ സംവത്സരം അല്ലെങ്കിൽ എന്തോ സ്വതന്ത്രനായി വിട്ടയക്കുന്ന സംവത്സരം വർഷം വന്നപ്പോൾ ഇദ്ദേഹത്തെ സ്വതന്ത്രനായി വിട്ടയക്കാനായിട്ടുള്ള സമയമെടുത്തു. അപ്പോൾ ഈ സെർവന്റ് പറയുകയാണ്, എന്റെ യജമാനൻ നല്ല മനുഷ്യനാണ്, മറ്റു പലരെയും പോലെ അല്ല. ഇദ്ദേഹം എന്നെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ഒന്നും കഷ്ടപ്പെടുത്തത്തില്ല. ആവശ്യത്തിന് എനിക്ക് വിശ്രമം തരുന്നുണ്ട്, നല്ല ഭക്ഷണം തരുന്നുണ്ട്, നല്ല താമസ സൗകര്യം തരുന്നുണ്ട്, എനിക്ക് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാനുള്ള അനുമതിയും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ തരുന്നത്. എല്ലാ വിധത്തിലും എനിക്ക് എന്റെ യജമാനൻ നല്ല മനുഷ്യനാണ്, മനസാക്ഷിയുള്ളവനാണ്. എന്റെ രോഗം വരുമ്പോൾ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ ഇനിയും പുറത്തു പോയാൽ, ചെല്ലുന്നിടത്ത് ഇനിയും ഒരു ദാസനായിട്ട് ഒരു അടിമയായിരുന്നാൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ എനിക്ക് അവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഞാനൊരു അടിമയാണെങ്കിൽ തന്നെയും ഇവിടെ എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തിനും കുറവുമില്ല. ഒരേ സമയം ഞാൻ അടിമയാണെങ്കിലും എന്റെ സ്വാതന്ത്ര്യത്തിന് കുറവൊന്നുമില്ല. എന്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്ന എന്റെ പിള്ളേർക്കൊക്കെ നല്ല ഭാവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ മനുഷ്യൻ ചിന്തിച്ചിട്ട് യജമാനനോട് പറയുകയാണ്, യജമാനനെ, എനിക്ക് ഇനിയുള്ള ജീവകാലം മുഴുവൻ അങ്ങയുടെ ദാസനായിരുന്നാ മതി. എനിക്ക് നിങ്ങളെ വിട്ടു പോകണ്ട, ഈ കുടുംബത്തെ വിട്ട് എനിക്ക് പോകണ്ട. എനിക്ക് നിങ്ങളുടെ അടിമയായിരുന്നാൽ, ദാസനായിരുന്നാൽ മതി. ഇത് ഈ ദാസൻ പറഞ്ഞാൽ, അടിമ പറഞ്ഞാൽ, ഈ ന്യായപ്രമാണത്തിൽ പറയുന്നതനുസരിച്ച് ഈ മനുഷ്യനെ ഈ യജമാനൻ കൊണ്ടുപോയി തൻ്റെ വീടിന്റെ കട്ടളയുടെ അടുക്കൽ നിർത്തിയിട്ട് ഒരു ആണി എന്ന് പറയുമ്പോഴേക്കും ഒരു സൂചി എടുത്ത് അദ്ദേഹത്തിന്റെ ചെവിയെ ആ കട്ടളയോട് ചേർത്ത് ഒരു കുത്തി ഒരു സുഷിരമുണ്ടാക്കും. ചെവിയിൽ ഒരു സുഷിരമുണ്ടാക്കും, ഒരു അടയാളം ഉണ്ടാക്കും. ഹല്ലേലൂയ. ഇതിനാണ് ബോണ്ട് സെർവന്റ് എന്ന് പറയുന്നത്, മുദ്ര ചെയ്യപ്പെട്ട അടിമ. ഈ മനുഷ്യൻ ഈ സമയം മുതൽ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെന്നിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെന്നിരിക്കട്ടെ, പണിയെടുക്കുകയാണെന്നിരിക്കട്ടെ, കാണുന്ന മറ്റൊരാൾക്ക് ഇദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ തോന്നിയെന്നിരിക്കട്ടെ, കൊള്ളാം, നല്ല ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുണ്ട്, പണിയെടുപ്പിക്കാൻ കൊള്ളാമെന്നുള്ള ആളാ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ മനുഷ്യനെ വാങ്ങാനായിട്ട് ഇയാളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട്, അടിമയാക്കാൻ ആഗ്രഹിച്ചിട്ട് അടുക്കലേക്ക് വരുമ്പോൾ ആ വാങ്ങാൻ വരുന്നയാൾ കാണുന്ന കാഴ്ച, ഈ മനുഷ്യന്റെ ചെവിയിൽ ഒരു സുഷിരമുണ്ട്, ഒരു അടയാളമുണ്ട്, ഒരു മുദ്രയുണ്ട്. അത് കാണുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലാകുന്നത് എന്താണെന്നറിയാവോ? ഇനി ഇവനെ എനിക്കെന്നല്ല വേറെ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. കാരണം ഇവന്റെ ജീവിതം ഇവൻ സ്വമനസാൽ ഒരു യജമാനന് വേണ്ടി എന്നേക്കുമായി ലൈഫ് ലോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആശയത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ബോൺ സെർവൻസ് ആയ, മുദ്രിത അടിമകളായ ഞങ്ങൾ, പൗലോസും തിമോത്തിയോസും. ഹല്ലേലൂയ. നോക്കൂ, എന്തൊരു വലിയ സന്ദേശമാണ് പൗലോസ് അപ്പോസ്തലൻ ആ ഒരൊറ്റ വാക്കിലൂടെ ദൈവസഭയായ, ദൈവജനമായ നമുക്ക് കൈമാറുന്നത്. ഹല്ലേലൂയ. നാം ഒരിക്കൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, ലോകത്തിന്റെ മോഹങ്ങളുടെ ദാസന്മാരായിരുന്നു, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങളുടെ ദാസന്മാരായിരുന്നു, മനോവികാരങ്ങൾക്കൊത്തവണ്ണം നമ്മൾ നടന്നു. ഹല്ലേലൂയ. ലോകം, ജഡം, സാത്താൻ, ഈ 3 മേഖലകളെയാണ് നാം ജയിക്കേണ്ടത് എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. ദൈവവചനത്തിൽ അതിനെ കാണിക്കുന്ന വചനങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ ലോകമെന്ന് പറയുന്നത്?
ഈ ലോകം നമുക്ക് നമ്മുടേതല്ല, ശാശ്വതമായതല്ല. ഈ ലോകത്തിൽ കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, നല്ല ആരോഗ്യം തരുന്ന രുചികരമായ ഭക്ഷണം ഈ ലോകത്തിലുണ്ട്. പക്ഷേ ആ ഭക്ഷണം അനിയന്ത്രിതമായി ഒത്തിരി ടേസ്റ്റി ആണെന്ന് പറഞ്ഞ് കൂടുതൽ നമ്മൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതേ ഭക്ഷണം നമുക്ക് പാപകാരണമായി തീരും. നമ്മെ പെരുവയറന്മാരാക്കും, രോഗികളാക്കും, ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അനാരോഗ്യമുള്ളവരാക്കും. മാത്രമല്ല, ശരീരത്തെ മലിനമാക്കുന്ന, ശരീരത്തെ അടിമയാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ പോലെയുള്ള വിഷയങ്ങളും ഈ ലോകത്തിലുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ദൈവം ആഹാര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി. പക്ഷേ അത് തന്നെ, അതേ ആഹാരം തന്നെ നമുക്ക് പാപകാരണമായി തീരാതിരിക്കാൻ നാം സൂക്ഷിക്കുകയും വേണം. ലോകം അതിൽ തന്നെ പാപമല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. പ്രൈസ് ലോർഡ്. പക്ഷേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ നിർത്തേണ്ടടത്ത് നിർത്തിയില്ലെങ്കിൽ അത് നമുക്ക് പാപകാരണമായി തീരും. ഹല്ലേലൂയ. ടെക്നോളജി നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഈ സൂം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടി വന്ന് ദൈവത്തെ ഉയർത്തുകയും മഹിമപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ പാൻഡമിക്കിന്റെ അല്ലെങ്കിൽ ലോകവ്യാപകമായ മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഏറ്റവും അധികം ദൈവജനത്തിന്റെ ഇടയിൽ ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ടെക്നോളജി തന്നെ നമുക്ക് പാപകാരണമായി തീരാം, അല്ലെ? വാട്സാപ്പും ഫേസ്ബുക്കും പോലുള്ള സോഷ്യൽ മീഡിയ, ട്വിറ്ററും പിന്നെ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം, അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം, ആശയവിനിമയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. പക്ഷേ അത് തന്നെയാണ് ലോകമെന്ന് പറഞ്ഞ് മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? അത് തന്നെ നമുക്ക് പാപകാരണമായി തീരും. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും, നമ്മുടെ ചിന്തകളെ തെറ്റായി സ്വാധീനിക്കും, നമ്മിൽ പാപമോഹങ്ങൾ, പാപകാരണമാകുന്ന മോഹങ്ങൾ ജനിപ്പിക്കാൻ കാരണമാകും. അപ്പൊ ലോകത്തെ വിവേകത്തോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാനായിട്ട്. ഒരിക്കൽ നമ്മൾ ലോകത്തിന്റെ അടിമകളായിരുന്നു. മറ്റൊന്ന് പിശാചാണ്, അല്ലെങ്കിൽ സാത്താനാണ്. ആത്മീയ പോരാട്ടം നമുക്കുണ്ട്. സാത്താൻ പല ഉപകരണങ്ങളെ നമുക്കെതിരായി ഉപയോഗിച്ചെന്നിരിക്കും. നേരിട്ടും അല്ലാതെയും അവൻ യുദ്ധം ചെയ്യും. ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്, ശത്രുവായ പിശാചിനെ നമ്മൾ ജയിക്കണം. ഒരിക്കൽ നമ്മൾ അവന്റെ അടിമകളായിരുന്നു, എന്നാൽ യേശു ഇന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ജഡം, അതാണ് മറ്റൊരു പ്രധാന ശത്രു. വാസ്തവത്തിൽ ദൈവജനത്തെ സംബന്ധിച്ച് ഈ മറ്റ് രണ്ട് ശത്രുക്കളേക്കാൾ അപകടമാണ് ജഡമെന്ന ശത്രു. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാവോ? നമ്മുടെ ഉള്ളിലെ ആദാമ്യ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ജഡ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ജഡാഭിലാഷം നമ്മെ, നമ്മുടെ ആത്മീയ താല്പര്യത്തെ നശിപ്പിക്കാൻ മതിയായതാണ്, നാം അതിനെ പോഷിപ്പിച്ചാൽ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അകത്ത് രണ്ട് ജീവികളുണ്ട്, ഒന്ന് കുഞ്ഞാടും മറ്റൊന്ന് ചെന്നായിയും. പ്രൈസ് ദി ലോർഡ്. ആരാ ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ ലോകം പറയും ചെന്നായയെ ജയിക്കത്തുള്ളൂ, കാരണം അതിനാണ് കരുത്ത്, ശക്തി, അതിനാണ് കടിച്ചു കീറാൻ കഴിയുന്നത്. പക്ഷേ ദൈവജനത്തിന്റെ ഉള്ളിലുള്ള ചെന്നായയെ തോപ്പിക്കാനായിട്ടൊരു മാർഗമുണ്ട്. അതിനെ പട്ടിണി കിട്ടാ മതി, അതിനിഷ്ടമുള്ളതൊന്നും കൊടുക്കാതിരുന്നാ മതി. മറുവശത്ത് ഈ കുഞ്ഞാടിനെ പോഷിപ്പിച്ചാൽ മതി, അതിന് ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഏതായി കുഞ്ഞാടെന്ന് പറയുന്നത്? കുഞ്ഞാട് നമ്മിലെ ദൈവിക സ്വഭാവത്തെ കാണിക്കുകയാണ്, ആത്മീയ മനുഷ്യനെ കാണിക്കുകയാണ്. അതിനു വേണ്ട പോഷണം എന്താ? ദൈവവചനമെന്ന പോഷണം, പരിശുദ്ധാത്മാവിന്റെ സ്വരമെന്ന പോഷണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആത്മീയ കൂട്ടായ്മ എന്ന പോഷണം, പരിശുദ്ധാത്മ നിറവെന്ന പോഷണം, അത് ഈ കുഞ്ഞാടാകുന്ന നമ്മിലെ ആത്മീയ മനുഷ്യനെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ, അധികമായി പോഷിപ്പിച്ചു കഴിഞ്ഞാൽ അത് കരുത്തനായി മാറും. മറുവശത്ത് നമ്മുടെ ജഡമോഹങ്ങൾ, ലോകത്തിന്റെ താല്പര്യങ്ങൾ, ലോകത്തോടുള്ള നമ്മുടെ ആകർഷണം, നമ്മുടെ കോപം, ക്രോധം, ജഡാഭിലാഷം എന്ന് പറയുന്ന നമ്മൾ വായിക്കുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്ന് തുടങ്ങി പറഞ്ഞിരിക്കുന്ന ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡ താല്പര്യങ്ങളെ, ജഡ സ്വഭാവത്തെ പട്ടിണി കിട്ടാ മതി, അതിനെ പോഷിപ്പിക്കാതിരുന്നാ മതി. ഹല്ലേലൂയ. കണ്ണുകൾക്ക് ഇമ്പകരമെന്ന് തോന്നുന്ന തെറ്റായ കാഴ്ചകൾ കാണാനായിട്ട് ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ഈ ജഡം, ചെന്നായ, ഓരോ ദിവസം കഴിയുന്തോറും അത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രാധാന്യം നഷ്ടമായി കഴിഞ്ഞാൽ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞാട് ജയിക്കും. ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ
ജഡത്തിന്റെ മനോവികാരങ്ങളുടെ ദാസന്മാരായിരിക്കരുത്. നമ്മൾ ഇമോഷൻസ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല വികാരങ്ങളാണ്, പക്ഷേ അതിനെ അതിർ കടക്കുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അതേക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, അതൊരു നദി പോലെയാണ്. നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് നദി പോലെയാണ്. സ്നേഹം ഒരു വികാരമാണ്, അതുപോലെ കോപം ഒരു വികാരമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ചിലയിടത്ത് ആവശ്യമായ തലത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഇതൊരു നദി പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നദിയുടെ പ്രത്യേകത എന്താ? ഈ നദി കരയുടെ ഉള്ളിലായിരിക്കുന്നിടത്തോളം, ഇൻസൈഡ് ഓഫ് ഇറ്റ്സ് ബാങ്ക്സ് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അതിന്റെ നദിയുടെ തീരങ്ങൾക്കുള്ളിലായിരിക്കുന്നിടത്തോളം ഈ വികാരങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. സ്നേഹം ഒരു അനുഗ്രഹമാണ്. പക്ഷേ ആ സ്നേഹം തെറ്റായ വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ, തെറ്റായ വിധത്തിൽ ആ സ്നേഹത്തെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത് നദി കര കവിയുന്നത് പോലെയാണ്. അത് കര കവിഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളെ കടമുഴക്കും, മനുഷ്യന് ദോഷം വരുത്തും, കെട്ടിടങ്ങളെ നശിപ്പിക്കും, അതിന് പ്രകൃതിക്ക് നാശം വരുത്തും. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ ജഡത്തിന്റെ ദാസന്മാരാകരുത്. ഇതിനെയൊക്കെ നാം അടിമപ്പെടുത്തണം, നമ്മുടെ കാൽക്കീഴിലാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ ദാസന്മാരായിരിക്കണം. ക്രിസ്തയേശുവിന്റെ ദാസന്മാരാണെങ്കിൽ നമുക്ക് ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കാൻ പറ്റത്തില്ല, ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെടാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനെ നാം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ ഓർപ്പിച്ചല്ലോ, ബോണ്ട് സെർവന്റ് എന്നുള്ള പദപ്രയോഗം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. യമന ലോകത്തും അല്ലെങ്കിൽ ഗ്രീക്ക് വേൾഡിലും സമാനമായ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ അതിനെ കുറച്ചുകൂടെ ചടങ്ങുകൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ തന്നെ ജനിക്കുമ്പോൾ ഒരു അടിമയുടെ മകനായി ജനിച്ചു കഴിഞ്ഞാൽ അവനെയും അടിമയാക്കുന്ന സംവിധാനം അന്നത്തെ ഗ്രീക്ക് വേൾഡിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവനെ അടിമയാക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് വിഷയം എന്നുള്ള ആശയം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. രണ്ട്, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, അടുത്ത് എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും, സകല വിശുദ്ധന്മാർക്കും, വിശുദ്ധന്മാർ എന്ന പദപ്രയോഗം. അവിടെ അതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന വാക്കിനും വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തു യേശുവിൽ ഉള്ള, അല്ലെ, ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും. ഹല്ലേലൂയ. നാം വിശുദ്ധന്മാരായി തീർന്നത് ക്രിസ്തു യേശുവിൽ ആയതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ പ്രവൃത്തിയാലല്ല നാം വിശുദ്ധന്മാരായി തീർന്നത്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹാഗിയോയിസ് എന്ന വാക്കാണ്, പ്ലൂറൽ ഫോം ആണ്. വിശുദ്ധന്മാർ എന്നതുകൊണ്ട് ഹാഗിയോയിസ്, വിശുദ്ധൻ എന്നായിരുന്നെങ്കിൽ ഹാഗിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചേനെ. അപ്പൊ ഗ്രീക്ക് പദം ഹാഗിയോയിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് തെരഞ്ഞെടുത്ത് വിളിക്കപ്പെട്ട് നിയമിച്ചവർ. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്ത് വിളിക്കപ്പെട്ട് നിയമിച്ചവർ എന്ന ആശയത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഹാഗിയോയിസ്. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് നിയമിച്ചവർ. അവിടെ കാണുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഒന്ന്, തെരഞ്ഞെടുത്തു. രണ്ട്, വിളിച്ചു. മൂന്ന്, വേർതിരിച്ചു. നാല്, നിയമിച്ചു. ഇതെല്ലാം ചേർന്നുള്ളൊരു പദപ്രയോഗമാണ് ഹാഗിയോയിസ് എന്ന് പറയുന്നത്. ഇവിടെയും എബ്രായ പശ്ചാത്തലമുണ്ട്. ദൈവാലയത്തിന് വേണ്ടി ഉപകരണങ്ങളെ, ദൈവാലയത്തിന് വേണ്ടി ശുശ്രൂഷകരെ ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അവരെ വിളിക്കുന്ന പശ്ചാത്തലമുണ്ട്, വേർതിരിക്കുന്ന പശ്ചാത്തലമുണ്ട്, നിയമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് ഹാഗിയോയിസ് എന്ന പദം, വിശുദ്ധന്മാർ എന്ന പദം ഇവിടെ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്താ നമ്മെ സംബന്ധിച്ച് വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രവൃത്തിയാലല്ല നാം വിശുദ്ധന്മാരായത്, പക്ഷേ നമ്മെ വിശുദ്ധന്മാരാക്കിയത് വിശുദ്ധന്മാർക്കൊത്തവണ്ണം ജീവിക്കാൻ വേണ്ടിയാണ്, വിശുദ്ധന്മാർക്ക് ചേർന്ന പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല ശുദ്ധീകരിച്ചത്, പക്ഷെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ പ്രവൃത്തി വിശുദ്ധന്മാർക്ക് ചേർന്ന പ്രവൃത്തിയായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നാം ഇപ്പൊ മറ്റൊരുവന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ആയിക്കഴിഞ്ഞു, യേശു ക്രിസ്തുവിൽ നാം വിശുദ്ധന്മാരായി കഴിഞ്ഞു. ഇനി ആ കർത്താവിന്റെ വിശുദ്ധന്മാർക്ക് ചേർന്നതല്ലാത്തത് നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. അവൻ തിരുവെഴുത്തിൽ ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിന്റെ തന്നെ അടുത്ത ഭാഗം, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. അവൻ അവിടെ എങ്ങനെ വിശുദ്ധന്മാർ ജീവിക്കണം, വിശുദ്ധന്മാർക്ക് ഒത്തവണ്ണമുള്ള ജീവിതം എങ്ങനെ നയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് ആ പ്രവൃത്തികൾ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ വിശുദ്ധന്മാരായതുകൊണ്ട് വിശുദ്ധന്മാർക്ക് ചേർന്ന പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. പണ്ട് പുള്ളി മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോൾ പറഞ്ഞതൊന്നും നമുക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ഒരു കള്ളുകുടിയൻ, ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല, നാട്ടിൽ വഴിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് പോയാൽ ആൾക്കാർ പറയും അയാൾ കള്ളു കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അതൊരു സാധാരണ കാര്യമായിട്ടാണ് കാണുന്നത്. അതേസമയം ഒരു ക്രിസ്ത്യാനി വഴിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും മോശമായിട്ട് എന്തിനാ ഒന്ന് കയർത്ത് സംസാരിച്ചാൽ തന്നെ അത് പേരുദോഷത്തിന് കാരണമാകും. പറയും അവൻ ചർച്ചയിൽ പോകുന്നവനാണ്, ക്രിസ്ത്യാനിയാണ്, അന്യഭാഷ പറയുന്നവനാണ്, അവന് ഇത് പറ്റിയ പരിപാടിയല്ല, ഇങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ, സ്റ്റേറ്റസ് മാറി. മുൻപ് ഈ മനുഷ്യൻ കള്ളു കുടിച്ച് നടന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും ആൾക്കാർ കള്ളു കുടിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക, അത് സാധാരണ കാര്യം. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി കഴിഞ്ഞപ്പോഴേക്കും പറയുന്ന വാക്കിന് പ്രാധാന്യം കൈവന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാരാക്കി കർത്താവ് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മെ ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന് തനിക്ക് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മെ പേർ ചൊല്ലി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ഇപ്പോൾ പുതിയൊരു നാമം തന്നിരിക്കുകയാണ്. എന്താണ് നാമം? ദൈവമക്കൾ എന്നുള്ള നാമം, വിശുദ്ധന്മാരെന്ന നാമം കർത്താവ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി തനിക്കായിട്ട് കർത്താവ് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. സെപ്പറേറ്റഡ് ആണ്, വേർതിരിച്ചിരിക്കുകയാണ്. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലർ ചിന്തിക്കുന്നത് ചർച്ചിൽ വരുമ്പോഴേക്കും നല്ല രീതിയിൽ കുഞ്ഞാടായിട്ട്, മാലാഖയായിട്ട്, ദൂതനായിട്ട് ഒക്കെ ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ വേണം. വീട്ടിലാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല എന്ന രീതിക്കാണ്. ജോലി സ്ഥലത്താണെങ്കിൽ അത്ര പോലും ആവശ്യമില്ല എന്ന സ്ഥലത്താണ്. എന്നിട്ട് നമ്മൾ ന്യായം കൂടെ പറയും, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ഇച്ചിരി കയ്യിലുണ്ടായിരുന്നാലേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ന്യായവും കൂടെ പറയുന്നവരാണ്, അല്ലെ? ഹല്ലേലൂയ. എന്നാൽ നാം ആരാണ് എന്ന ഐഡന്റിറ്റി ലോകത്തിനൊരു പക്ഷെ ഇല്ലെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അത് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുമ്പോൾ മാത്രമല്ല, ഞായറാഴ്ച സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞാലും വീട്ടിലും നാട്ടിലും ജോലിസ്ഥലത്തും എല്ലായിടത്തും ഞാനൊരു വിശുദ്ധനാണ്, ഒരു ദൈവ പൈതലാണ്, കർത്താവ് എന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവിൽ നാം ജീവിക്കണം. ഹല്ലേലൂയ. നമുക്ക് അല്ലാതെയും ജീവിക്കാൻ കഴിയുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, പക്ഷേ വേണമെങ്കിൽ നമ്മുടെ ജഡത്തെ അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നെങ്കിൽ നീ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നെങ്കിൽ നീ മരിക്കും നിശ്ചയം. ചിലര് പറയുന്നത് എന്താണെന്നറിയാവോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഫോർ എവർ യു ആർ സേവ്ഡ്. ഒരിക്കൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, സേഫാണ്, സുരക്ഷിതമാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അതിനെ ഇങ്ങനെ പറയാറുണ്ട്. ഒരാള് ബോട്ടിൽ കയറി യാത്ര തുടങ്ങുകയാണ്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തുവിലായപ്പോൾ ബോട്ടിലോട്ട് കയറി, ക്രിസ്തു ആകുന്ന ബോട്ടിലോട്ട് കയറി. ഈ ബോട്ടിനകത്ത് ആയിരിക്കുന്നിടത്തോളം സുരക്ഷിതരാണ്. ഈ ബോട്ട് മറുകരയെത്തും, സുരക്ഷിതമായിട്ട് മറുകരയെത്താം. ഗ്യാരണ്ടിയാണ്. ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഡെസ്റ്റിനേഷനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എത്തുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷെ ബോട്ടിനകത്ത് തന്നെ ആയിരിക്കണം. എന്നാൽ ഇടയ്ക്ക് ഈ പുള്ളിക്ക് തോന്നി, ഈ ബോട്ടിൽ പോയിട്ടൊരു സുഖമില്ല, ഇവിടെ എനിക്ക് ഇതിനകത്ത് കുറെ നിയമങ്ങളുണ്ട്, ഇതിനകത്ത് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതിനകത്ത് പോകുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്, ഇതിനകത്ത് തിന്നാനും കുടിക്കാനും പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഇതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ എന്ന് കണ്ടിട്ട് ഈ പുള്ളി ചിന്തിക്കുക, എനിക്ക് കുറെ സ്വതന്ത്രമായിട്ട് ജീവിക്കണം, ഇഷ്ടം പോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ബോട്ടിൽ നിന്ന് എടുത്ത് ചാടി വെളിയിൽ ചാടി കഴിഞ്ഞിട്ട് ഞാന് നശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് താൻ ക്രിസ്തുയേശുവിലായി തീർന്നിട്ട് ആ കൃപയിൽ നിലനിൽക്കാതെ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്നത്, വീണു പോകുന്നത്, പിന്മാറിപ്പോകുന്നത്. പിന്നെ രക്ഷ ഉറപ്പാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു തുടങ്ങിയ സ്വർഗത്തിലെത്തുമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. ജഡത്തെ അനുസരിച്ചാൽ, ജഡത്തിന്റെ പ്രവൃത്തികളെ, ജഡമോഹങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, ഉറപ്പാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ
നാം ജീവിക്കും, അല്ലെങ്കിൽ നിത്യജീവൻ ധാരാളമായി നാം പ്രാപിക്കും. ആകയാൽ നാം വിശുദ്ധന്മാരാണ് എന്ന ആ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവോടെ നാം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ പ്രവൃത്തികൾ ചെയ്തതിനാൽ വിശുദ്ധരായവരല്ല, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായി വേർതിരിക്കപ്പെട്ടവരാണ് നാം. ഹല്ലേലൂയ. രക്ഷയോടുള്ള ബന്ധത്തിലെ 3 വിശുദ്ധീകരണ ഘട്ടങ്ങളെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. രക്ഷയോടുള്ള ബന്ധത്തിലെ 3 വിശുദ്ധീകരണ ഘട്ടങ്ങൾ, 3 stages of sanctification, 3 stages of sanctification in related to the salvation. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് 3 വിശുദ്ധീകരണ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:13 ആദ്യമേ ആത്മാവിനാലുള്ള വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് നാം എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യമേ ആത്മാവിനാലുള്ള വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് നാം, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ചവർ. ഇതെപ്പോഴാ സംഭവിച്ചത്? ഹല്ലേലൂയ. നാം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു, നമ്മെ ദൈവരാജ്യത്തിലേക്ക് ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ചു. നാം അങ്ങനെ വിശുദ്ധ മക്കളായി വീണ്ടും ജനിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ മക്കളായി നമ്മുടെ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിച്ചു, വിശുദ്ധീകരണം സംഭവിച്ചു. ഇന്നലെ വരെ ചെയ്ത സകല പാപങ്ങളും കർത്താവ് എന്നേക്കുമായി ക്ഷമിച്ചു, നമ്മെ പരിശുദ്ധരാക്കി തന്റെ രാജ്യത്തിലേക്ക് നമ്മെ കർത്താവ് ചേർത്തു. ഹല്ലേലൂയ. തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് തന്റെ മുൻപാകെ നമ്മെ നിർത്തി. ഇതാണ് വിശുദ്ധീകരണത്തിന്റെ ആദ്യ ഘട്ടം. ഇതെപ്പോഴാണ് സംഭവിച്ചത്? രക്ഷിക്കപ്പെട്ട ആ നിമിഷം, യേശുവേ അങ്ങന്റെ കർത്താവ്, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, മാനസാന്തരപ്പെട്ട് ഞാൻ അങ്ങനെ സന്നിധിയിലേക്ക് വരുന്നു, എന്നെ അങ്ങനെ പൈതലായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് പ്രത്യാശയോടെ ഞാൻ ഇനി ജീവിക്കുന്നത് എന്ന് തീരുമാനിച്ച ആ നിമിഷം നമ്മിൽ ഒരു വലിയ വിശുദ്ധീകരണം നടന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു, ദൈവവചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മെ വിശുദ്ധീകരിച്ചു, നാം വിശുദ്ധരായി തീർന്നു. അവിടെ മുതൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവസഭയിൽ നാം വിശുദ്ധരാണ്. അതിനെ നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയെന്നും വേണ്ട, ഉയർത്തുകയെന്നും വേണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും സംഘടന നമ്മെ വിശുദ്ധന്മാരായി ഉയർത്തുകയെന്നും വേണ്ട. ആ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നാം വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഈ അവൻ ലേഖനത്തിൽ ഉൾപ്പെടെ പറയുന്നത് ഇவ்விധത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന ആശയത്തിലാണ്. നാം വിശുദ്ധന്മാരാണ്. നമ്മുടെ പേര് മാറി, പാപികളായിരുന്നു, എന്നാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധന്മാരായി തീർന്നു. ഹല്ലേലൂയ. ഇത് ആദ്യ ഘട്ടമാണ്, രക്ഷയോടുള്ള ബന്ധത്തിലെ ആദ്യത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ കടക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കാതെ 2ാം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ ഈ ഘട്ടം കഴിയാതെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എന്താണ് സെക്കൻഡ് സ്റ്റേജ്? 2ാമത്തെ ഘട്ടം എന്താണ്? ദൈവവചനത്താൽ ഉള്ള വിശുദ്ധീകരണം. ദൈവവചനത്താലുള്ള വിശുദ്ധീകരണം. സ്തോത്രം. ആമേൻ. എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ 17:17 നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി, കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഒന്നില്ലാതെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന്. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി, ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. എങ്ങനെ ഈ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നത്? ദൈവവചനത്താൽ ഉള്ള കഴുകലിനാൽ, വാഷിംഗ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്താലുള്ള കഴുകലിനാൽ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ ആ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? വചനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ശീലങ്ങൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുക, കർത്താവേ, ആ വചനത്തിന് മുൻപാകെ ഞാൻ എന്നെ താഴ്ത്തുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്നെ ശുദ്ധീകരിക്കണമേ. എന്നിൽ മാനസാന്തരം ഉണ്ടാകുന്നു, അനുതാപം ഉണ്ടാകുന്നു, പാപബോധം ഉണ്ടാകുന്നു. ഹല്ലേലൂയ.
ആമേൻ. 1 യോഹന്നാൻ ലേഖനത്തിൽ കാണുന്നത് പോലെ ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ വചനത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ മാത്രമല്ല, ബൈബിൾ വായിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ബൈബിൾ എല്ലാ ദിവസവും വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇത് നമ്മുടെ ആത്മാവിന്റെ ആഹാരമാണ്, നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതാണ്. ആത്മാവ് ശക്തനായി വളരുവാൻ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ബലപ്പെടാൻ ദൈവവചനത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. മാത്രമല്ല, ഈ ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും, ഇപ്പോഴും നിന്നിൽ ചെറിയ ചെറിയ ബലഹീനതകൾ, പാപങ്ങൾ, തെറ്റുകൾ, അകൃത്യങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ നിന്റെ സംസാരത്തിൽ, ഇടപെടലുകളിൽ, നിന്റെ പ്രവൃത്തികളിൽ ഇന്നിന്റെ തെറ്റുകളുണ്ട്. വചനം നമുക്ക് ബോധ്യം തരും. ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. വചനത്താലുള്ള ശുദ്ധീകരണം. ഹല്ലേലൂയ. മാത്രമല്ല, ചില മേഖലകളിൽ നാം ജീവിതത്തിലായിരിക്കുമ്പോൾ ഈ പഠിച്ചതും കേട്ടതും ആയ ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മെ ചില തെറ്റുകൾ ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ചിലത് പ്രവർത്തിക്കാൻ പോകുമ്പോൾ, ചിലത് പറയാൻ പോകുമ്പോൾ നമ്മുടെ അകത്തേക്ക് വചനം ഇടപെടുകയാണ്. ദൈവവചനം നമ്മോട് സംസാരിക്കുകയാണ്. നോ, നീ ദൈവവചനത്താൽ വേർതിരിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാണ്, നിനക്ക് യോജിച്ചതല്ല ഇത്. ഹല്ലേലൂയ. അതുകൊണ്ടാ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണം ധ്യാനിച്ച് രാപ്പകൽ അതിൽ രസിച്ച് അതിനെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവവചനം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മെ തടയുന്നു, അതിലേക്ക് നാം വീഴാതെ നമ്മെ സ്റ്റോപ്പ് ചെയ്യുന്നു. വചനത്താൽ അങ്ങനെ ദിനം പ്രതി ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഇത് നമ്മുടെ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. 3, ഈ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത തേജസ്കരണത്താലാണ്. സാങ്ക്ടിഫിക്കേഷൻ ലീഡ്സ് us to the glorification. തേജസ്കരണത്തിലേക്ക് നമ്മെ അത് നയിക്കുന്നു. ഹല്ലേലൂയ. തേജസ്കരിക്കേണ്ടതിന് അത്രേ കർത്താവ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. തനിക്ക് തന്നെ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാതെ മുൻനിർത്തേണ്ടതിന് യേശു കർത്താവിന്റെ മുൻപാകെ നമ്മെ മുൻനിർത്തുന്നത് വരെ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ, കർത്താവിന്റെ വരവിങ്കൽ തേജസ്കരണത്തിൽ നാം നിത്യമായ ആ വിശുദ്ധന്മാരെന്ന ആ നിത്യ പദവിയിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് നാം ഉയരുകയാണ്. ഈ 3 ഘട്ടങ്ങളാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ സാങ്ക്ടിഫിക്കേഷൻ, നമുക്ക് വിശുദ്ധീകരണത്തിന് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിനെ 3 വാക്കുകൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. 1, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം, ഒന്നാമത്തെ പരിശുദ്ധാത്മാവിനുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിൻ. ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. എന്താ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ? പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. അതെന്താ കാരണം? എന്നെ തിന്മ ചെയ്യാൻ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രമാണം എന്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുക, ക്രിസ്തേശു മുഖേന ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തേശു മുഖേന ജയം തരുന്നു. എങ്ങനെ? മുൻപ് പാപം ചെയ്യാതിരിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ പാപത്തിന്റെ ദാസനായിരുന്നു, പാപത്തിന്റെ അടിമയായിരുന്നു. പക്ഷെ ഇന്ന് ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ നമ്മെ വിടുവിച്ചു. ഇതാണ് 1-ാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചത്. ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. 2, പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ. അതാ 2-ാമത് ദൈവവചനത്താലുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞത്. പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ. എന്താ? എന്റെ പാപശീലങ്ങൾ, പാപം ചെയ്യുന്ന ആ നേച്ചർ, സ്വഭാവം, അത് ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷെ നാൾതോറും, ദിവസം പ്രതി ഓരോരോ തെറ്റുകൾ, പാപങ്ങൾ തിരിച്ചറിഞ്ഞ്, ഏറ്റുപറഞ്ഞ്, അനുദവിച്ച് വീണ്ടും അത് ചെയ്യാതെ നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത്, നമ്മെ തന്നെ അച്ചടക്കമുള്ളവരാക്കി വചനത്താലുള്ള വിശുദ്ധീകരണത്താൽ പാപ സ്വഭാവത്തിൽ നിന്ന്, ഹല്ലേലൂയ, ഫ്രം ദ ക്യാരക്ടർ ഓഫ് സിൻ, പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലാണ് 2-ാമത്തെ ഘട്ടം. ഹല്ലേലൂയ. ഈ 2 ഘട്ടവും കടന്ന് 3-ാമത്തെ തേജസ്കരണത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? രക്ഷയോടുള്ള ബന്ധത്തിലെ വിശുദ്ധീകരണത്തിന്റെ 3-ാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ.
ഹാവ് എ ഡെലിവറൻസ് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയാണ്. ഇന്ന് പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് നാം അറിയാതെ അബദ്ധത്തിലൊക്കെ പാപം ചെയ്തു പോകുന്നു. എന്നാൽ തേജസ് കർമ്മത്തിൽ ഈ പാപലോകത്തിൽ നിന്ന് തന്നെ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മെ എന്നേക്കുമായി കർത്താവ് വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. ഡെലിവറൻസ് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രക്ഷയുടെ 3 ഘട്ടങ്ങളിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പടിപടിയായി നാം എത്തിച്ചേരുന്നത്. ഓർക്കുക, ഇന്ന് അതിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. ദിനംപ്രതി വിശുദ്ധീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരിക്കൽ വിശുദ്ധീകരിക്കപ്പെട്ടതിനാൽ നാം വിശുദ്ധന്മാരാണ്. ഹല്ലേലൂയ. ദിനംപ്രതി ഇത് തുടരണം. തേജസ് കർമ്മത്താൽ ആ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. ഹല്ലേലൂയ. കേട്ട ഈ വചനങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ഇത് ജീവിതത്തിന് അനുഗ്രഹവും ആത്മീയ വളർച്ചയ്ക്കും കാരണമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. വചനത്താൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്താലും നമ്മിൽ ശുദ്ധീകരണം നടക്കട്ടെ.